ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ആൻഡ് മോം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലേറ്റ്, അതിലോട്ടൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈദ മാവ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും, നേരത്തെ ബേക്കിംഗ് പൗഡർ, അത് ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് ഉപ്പ്, ഇത്രയും വിട്ടതിന് ശേഷം നന്നായിട്ട് ഇത് അരിച്ച് മാറ്റണം കേട്ടോ. ഏകദേശം 3 പ്രാവശ്യമെങ്കിലും അരിച്ച് മാറ്റി അത്രയും നല്ലതായിരിക്കും. ഈ എല്ലാ ഫ്ലോറും അതുപോലെ ബാക്കി എല്ലാ സംഭവങ്ങളും കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം 3 പ്രാവശ്യം ഈ ഒരു മാവിനെ അരിച്ച് മാറ്റിയെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി, പക്ഷേ അത് വമ്പൻ ഫ്ലോപ്പായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ടൈം പരീക്ഷണമായിരുന്നു. 2ാമത്തെ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 1 പ്രാവശ്യം മാവിനെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പേപ്പറിലോട്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്നും വീണ്ടും 1 പ്രാവശ്യം കൂടി ഒന്ന് അരിക്കാൻ വേണ്ടി മാറ്റുന്നുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നത് 2 പ്രാവശ്യം മാത്രമാണ് കേട്ടോ അരിച്ച് മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് 2 3 പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അങ്ങനെ ഒരു 2 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കണം ഈ പറയുന്ന ഒരു മാവിൻ്റെ ഈ ഒരു മിക്സ്. അങ്ങനെ ഞാൻ 2 തവണയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഉപയോഗിച്ച് ഇതിനെല്ലാം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ജാർ, മിക്സിയുടെ ഒരു ജാർ എടുക്കുന്നുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നമ്മുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ 1 കിലോ കേക്കിന് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അത് പൊടിഞ്ഞു വരുമ്പോൾ 1 കപ്പ് ആയിക്കോളും കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രഷാണ്, അത് പുകയൊക്കെ വരുന്ന കേട്ടില്ല, പൗഡേർഡ് ഷുഗറിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അത്രയും ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 3 മുട്ട. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 മുട്ടയാണ് കേട്ടോ, മീഡിയം സൈസിലുള്ള 3 മുട്ടയാണ്. ഈ 3 മുട്ടയും ആദ്യം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർക്കണം. ഇപ്പോൾ 2 ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അടുത്ത 3ാമത്തതും ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നെക്സ്റ്റ് വാനില എസൻസ് ഒരു ടീസ്പൂൺ അളവിൽ മതി കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഈ ഒരു രൂപത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 4 ടീസ്പൂൺ അളവിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പക്ഷേ ഇത് ഓവർ ബീറ്റായി പോവില്ല കേട്ടോ. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ ബീറ്റ് ആവാൻ പാടില്ല. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഞാൻ നമ്മുടെ മാവ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുക്കാൻ സ്പാച്ചിലയാണ് നല്ലത്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് മാറ്റണം. കുറേശ്ശെ ആഡ് ചെയ്യാൻ നോക്കണം കേട്ടോ മാവ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ച ഫ്ലോറിൻ്റെ മിക്സ് ഇതുപോലെ ആഡ് ചെയ്ത് നന്നായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത് ഈ ഒരു നല്ല സ്മൂത്ത്, നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ലാസ്റ്റ് പ്രാവശ്യം ഇടാനുള്ള ഫൈനൽ റൗണ്ട് ഫ്ലോറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം മാവിനെ. അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഈ തിക്നെസ് മാറ്റാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 4 ടീസ്പൂൺ അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച ആറിയ പാലാണ്. 4 ടീസ്പൂൺ അളവിൽ പാൽ കൂടി, വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. തിളപ്പിച്ച നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ആറി എടുത്ത പാലാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്റർ തീരെ തിക്കാവാനും പാടില്ല, എന്നാൽ തീരെ തിന്നാവാൻ പാടില്ല. ഈ ഒരു ഫോമിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫോൾഡിങ് നിർത്തണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു ടിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിടയ്ക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പേപ്പർ വെച്ച്, ഞാൻ ബട്ടർ പേപ്പറൊന്നുമല്ല കേട്ടോ, സാധാ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഓവനൊന്നുമല്ല, നമ്മൾ സാധാ അലുമിനിയം പാത്രം തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടേക്കുന്ന അലുമിനിയം പാത്രത്തിലോട്ടാണ് ഞാൻ ഈ ഒരു മാവിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
നമ്മുടെ എയർ ബബിൾസ് ഒന്നും വരാതെ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇതാ ഈ ഒരു സെറ്റപ്പിലാണ്, അവൻ സെറ്റപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ്, 20 തൊട്ട് 25 മിനിറ്റോളം നമുക്ക് ഇത് വച്ചിട്ട് സിമ്മിലിട്ട്, ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കുക. അതാ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതാ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പം പപ്പടം കുത്തിൻ്റെ അടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി ഞാൻ ഇതിനെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ 4 ലെയറായിട്ട് കട്ട് ചെയ്യാം. പിന്നെ അറിയാമല്ലോ സ്റ്റാർട്ടിങ് ഒക്കെയാണ്, അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് എന്നല്ല ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനത്തെ ഫസ്റ്റ് ലെയർ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് ലെയറും ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, കറക്റ്റായിട്ട് വരുമോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും വന്നില്ല. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. അപ്പം പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 3 ലെയറും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഫിയോണയിലെ വിപ്പിംഗ് ക്രീം, അതും നല്ല ബീറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നെത്തി ഐസിങ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ഒരു കടമയെന്ന് പറയുന്നത്. ഞാൻ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ തന്നെ, പാലിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്താൽ, എന്നിട്ട് തണുത്തത് തിളപ്പിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫാൻ്റെ മൂട്ടി വെച്ച് ഫാൻ്റെ അടി വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം, അതിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ എടുത്തത് ഇതുപോലെ ഞാൻ വയ്ക്കുന്നുണ്ട്. ഇതേ പ്രോസസ്സ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ മിൽക്കിൻ്റെ ആ ഒരു സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തതാണ്. വൈറ്റ് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫൈനൽ ലെയർ സെറ്റ് ചെയ്യണം കൂടെ. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കാം. വേണമെന്നുള്ളവർക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ തന്നെ ഗനാഷ് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ചെയ്യാൻ കേട്ടോ. പല ടൈപ്പിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ. വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഉപയോഗിക്കാം, ചോക്ലേറ്റ് ചിപ്സ് ഉപയോഗിക്കാം, എന്ത് വേണോ ഏത് ടൈപ്പിൽ വേണോ നമുക്ക് ഫില്ലിങ് ചെയ്യാം. അങ്ങനെ ഫൈനലായിട്ട് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 3rd ലെയറും കൂടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 3rd ലെയർ ഫൈനൽ ലെയറും ഞാൻ ഇതുപോലെ അതിൻ്റെ മുകളിൽ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പഞ്ചിനെ ഞാൻ ഒരു മിൽക്ക് സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫൈനലായിട്ടൊന്ന് ഓവറോൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. ക്രം കോട്ട് ചെയ്ത് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഐസിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല എളുപ്പമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ട്രൈ എന്ന നിലയ്ക്ക് കുഴപ്പമില്ലാതെ കിട്ടി, എന്നാലും ഭയങ്കര പെർഫെക്ഷനിലൊന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. നല്ല രീതിക്ക് ഇതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ല ഇതുപോലെയൊക്കെ ചെയ്ത് ബാക്കി വന്ന നമ്മുടെ കേക്ക് ബോർഡിൻ്റെ സൈഡിലൊക്കെ വന്ന ക്രീമിനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചൊക്കെ മാറ്റിയെടുത്തു. അതിനുശേഷം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കി പയറ്റി തെളിഞ്ഞവർക്ക് ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. പക്ഷേ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര കഷ്ടമേറിയ ഒരു ഘട്ടമാണ് കേക്ക് ഉണ്ടാക്കുന്നതിൽ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ വട്ടത്തിലാക്കിയതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിന്. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഇനി എനിക്ക് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ത്വര കാരണം ഞാൻ ഇതിൽ വീണ്ടും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒത്തിരി മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ മാത്രം കേട്ടോ ബാലൻസ് വന്ന വൈറ്റ് ചോക്ലേറ്റിന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും ഞാൻ ചേർക്കുന്നില്ല, ജസ്റ്റ് മുകളിൽ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മറ്റൊരു ഡെക്കറേഷനാണ്.
എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിപ്പോയി. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഓറഞ്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ തന്നെയാണ്, ജെല്ലല്ല, ലിക്വിഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി കൂടുതൽ ഡ്രോപ്സ് ഒഴിക്കേണ്ടി വന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് അതാ പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു നോസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടിപ്പ് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതാ കണ്ടിട്ട് നോസിലകത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊക്കെ എടുത്ത് കേട്ടോ. എന്നിട്ട് ടിപ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ അതാ ഈ ഒരു ഡെക്കറേഷനാണ് ചെയ്ത് കൊടുത്തത്. എനിക്ക് ഏത് നോസിലാണ് എന്ത് തരത്തിലുള്ള ഡിസൈനാണ് വരുന്നത് എന്ന് പോലും ഒരു ഇതില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഒരുവിധം എന്തൊക്കെയോ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ദാ ഈ ഒരു ഡെക്കറേഷന് മുകളിൽ കൊടുത്തിട്ട് താഴെ ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ക്രീം ബാക്കി വന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ സാധനം. അങ്ങനെ ദാ ഈ ഒരു സംഭവം കൂടെ ചെയ്ത് നമ്മുടെ കേക്കിനെ ഞാൻ എൻഡ് ചെയ്തിരിക്കുകയാണ്. കേക്കിന് ഡെക്കറേഷൻ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടവർ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.